എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ വീഡിയോയിൽ സാധാരണഗതിയിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ചില സൈക്കോളജിക്കൽ ട്രിക്സാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ വീഡിയോ മുഴുവനായും കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായി പല സൈക്കോളജിക്കൽ ട്രിക്സും നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാകും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. എനിക്കതിൽ യാതൊരു സംശയവുമില്ല. സാധാരണ ജീവിതത്തിൽ നമുക്ക് ഉപയോഗപ്രദമാകുന്ന സൈക്കോളജിക്കൽ ട്രിക്സാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ വീഡിയോ മുഴുവനായും കാണുക. ആദ്യമായി നിങ്ങൾ ആരുടെ അടുത്തു നിന്നെങ്കിലും ഒരു അഡീഷണൽ ഇൻഫർമേഷൻ, എക്സ്ട്രാ ഇൻഫർമേഷൻ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം അദ്ദേഹം ഉത്തരം പറഞ്ഞു. ആ ഉത്തരം നിങ്ങൾക്ക് തൃപ്തികരമല്ല, ഒരല്പം കൂടി അദ്ദേഹത്തിൽ നിന്നും വരാനുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യത്തെ ചോദ്യം തന്നെ ധാരാളം മതി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നിർത്തിക്കഴിഞ്ഞാലും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ ആ അൺകംഫർട്ടബിളായിട്ടുള്ള ഫീലിങ്ങിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അദ്ദേഹം പറയും. ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും അത് പുറത്തേക്ക് വരും. വളരെയധികം ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ട്രിക്കാണ്. ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഒരു മീറ്റിങ്ങിലാണ്. ആ മീറ്റിങ്ങിൽ വളരെയധികം ദേഷ്യത്തോടു കൂടി അതല്ലെങ്കിൽ റെസ്റ്റ്ലെസ്സായി പലരും സംസാരിക്കുന്നുണ്ട് എന്ന് കരുതുക. നിങ്ങൾക്കും ദേഷ്യം വരുന്നുണ്ട്, നിങ്ങൾക്കും റെസ്റ്റ്ലെസ് ആവുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കാണ്. ഒന്നുകിൽ നിങ്ങളുടെ കൈവശമുള്ള ഏതെങ്കിലും ഭക്ഷണം എടുത്ത് വായിലിടുക, ച്യൂയിങ് ഗമ്മോ അതല്ലെങ്കിൽ ഏതെങ്കിലും ടോഫിയോ എന്തെങ്കിലും എടുത്ത് വായിലിടുക. അതല്ലെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന വെള്ളം വളരെ പതിയെ സിപ്പ് ബൈ സിപ്പായി കുടിക്കുക. പതിയെ ഓരോരോ സിപ്പായി കുടിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ദേഷ്യം ഓട്ടോമാറ്റിക്കലി കുറയുകയും നിങ്ങളുടെ മനസ്സും ശരീരവും റിലാക്സ്ഡ് ആവുകയും ചെയ്യുന്നു. നിങ്ങൾ ആ സാഹചര്യത്തിൽ ദേഷ്യപ്പെടുകയില്ല. നിങ്ങൾക്ക് ദേഷ്യം തനിയെ ഇല്ലാതാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളൊരു റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ ഒരു സദസ്സിലോ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ പുറകിൽ നിന്നും ആരോ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളെ നോക്കിയിരിക്കുന്നുണ്ട് എന്ന് തോന്നുകയാണ്. ഒരു പ്രാവശ്യം തിരിഞ്ഞു നോക്കി ആ വ്യക്തി പെട്ടെന്ന് തല താഴ്ത്തുകയും ചെയ്തു. തല താഴ്ത്തുന്നത് നിങ്ങൾ കണ്ടു, അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കുന്നത് നിങ്ങൾ കണ്ടു, മറ്റൊരു സ്ഥലത്തേക്ക് നോക്കുന്നത് നിങ്ങൾ കണ്ടു. പക്ഷേ നിങ്ങൾക്ക് ഉറപ്പില്ല ആ വ്യക്തി താങ്കളെ തന്നെയാണോ നോക്കുന്നത് എന്ന് താങ്കൾക്ക് ഉറപ്പില്ല. അപ്പോൾ നിങ്ങൾക്കത് കണ്ടുപിടിക്കണം. ആ വ്യക്തി എന്നെ പുറകിൽ നിന്നും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് താങ്കൾക്ക് കണ്ടുപിടിക്കുവാനുള്ള ഏറ്റവും നല്ല വഴി ആ വ്യക്തി കാണുന്ന രീതിയിൽ ഒരു കോട്ടുവായ ഇടുക എന്നുള്ളതാണ്. കോട്ടുവായ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും കോട്ടുവായ എന്ന് പറയുന്നത് കണ്ടേജിയസ് ആണ്, പെട്ടെന്ന് പരക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ ആ വ്യക്തിയെ നോക്കി അദ്ദേഹം നിങ്ങളെ നോക്കുന്ന തരത്തിൽ കോട്ടുവായ ഇട്ടതിന് ശേഷം തിരിഞ്ഞ് അദ്ദേഹത്തിനെ നോക്കി ആ വ്യക്തിയും കോട്ടുവായ ഇടുകയാണെങ്കിൽ ഉറപ്പിക്കാം ആ വ്യക്തി നിങ്ങളെ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്നും ഉറപ്പിക്കാം. ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു ട്രിക്കാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ മനസ്സിൽ ഒരു പാട്ടിൻ്റെ ട്യൂൺ കിടന്ന് കളിക്കുന്നുണ്ടാവും. എന്നാൽ പാട്ട് നമുക്ക് ഓർമ്മ വരുന്നില്ല. ഏതോ ഒരു പാട്ടിൻ്റെ ട്യൂൺ നമ്മുടെ മനസ്സിൽ കിടന്ന് കളിക്കുന്നുണ്ട്. ആ പാട്ട് ഓർമ്മ വരുന്നില്ല. നമ്മുടെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ വീട്ടിലെ ആളുകളോടോ ആ ട്യൂൺ പാടി ഇതേതാ പാട്ട് എന്ന് നമ്മൾ ചോദിക്കുവാനുള്ള സാഹചര്യം വരും. പലപ്പോഴും നമ്മൾ തന്നെ ആ പാട്ടിൻ്റെ തുടക്കം കണ്ടെത്തുവാനായി വളരെയധികം ബുദ്ധിമുട്ടാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ തുടക്കം കണ്ടെത്തുവാൻ ശ്രമിക്കാതെ ഇടയിൽ നിന്നോ അവസാനത്തിൽ നിന്നോ ഏതെങ്കിലും ഒന്നോ രണ്ടോ വാക്കുകൾ, ആ പാട്ടിൻ്റെ ഒന്നോ രണ്ടോ വാക്കുകൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ പാട്ടിൻ്റെ ആദ്യം വളരെ പെട്ടെന്ന് ഓർമ്മ വരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം നമ്മുടെ മനസ്സ് എപ്പോഴും ഓർത്തു വയ്ക്കുന്നത് മിഡിലിനെയും അവസാനത്തെയും പിന്നീട് അതിനെ ആദ്യവുമായി കണക്ട് ചെയ്യുക എന്നുള്ള രീതിയാണ്. അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ അവസാനമോ അല്ലെങ്കിൽ മിഡിൽ ഭാഗത്തോ ഉള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ വാക്കുകൾ ചികഞ്ഞെടുത്താൽ ഓട്ടോമാറ്റിക്കലി ആ ട്യൂൺ സെറ്റാവും. നിങ്ങൾക്ക് ആ പാട്ട് ഓർമ്മ വരികയും ചെയ്യും. നിങ്ങൾ പറയുന്ന കാര്യം മറ്റുള്ളവർ എഗ്രി ചെയ്യണം, സമ്മതിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഒന്നുകിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുക, അവരെക്കാൾ ഉയരത്തിലാണ് നിങ്ങൾ എന്നുള്ളൊരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് സംസാരിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഓരോ വാക്കിലും അല്ലെങ്കിൽ ഓരോ സെൻറ്റൻസിലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ചെറുതായി തലയാട്ടുക. ചെറുതായി നോഡിങ് എന്നാണ് പറയുക. യെസ് എന്നുള്ള രീതിയിൽ തലയാട്ടുക. ഓരോ സെൻറ്റൻസ് കഴിയുമ്പോഴും യെസ് എന്ന രീതിയിൽ തലയാട്ടുമ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത്
ഇദ്ദേഹം പറയുന്നത് ശരിയായതുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ തലയാട്ടുന്നത് എന്നാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം എഗ്രി ചെയ്യുവാൻ മുമ്പിലുള്ള വ്യക്തിക്ക് പെട്ടെന്ന് തോന്നുകയും അദ്ദേഹം എഗ്രി ചെയ്യുകയും ചെയ്യും. അടുത്തതായി ചെറിയൊരു തമാശയ്ക്ക് വേണ്ടി ഒരു ഫൺ ട്രിക്കാണ്. നിങ്ങൾ മറ്റൊരാളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്ന കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നു, നമ്മൾ പറയുന്ന കാര്യം അവർ കൃത്യമായി മനസ്സിലാക്കുന്നു. നിങ്ങൾക്കിടയിൽ നല്ലൊരു താളം വരണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു തമാശയ്ക്കായി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ട്രിക്ക് ഉപയോഗിക്കാം. ആ വ്യക്തി എന്തെങ്കിലും പറയുമ്പോൾ ഏതെങ്കിലും ഒരു വാക്ക് ഇടയ്ക്കിടയ്ക്ക് ആ വ്യക്തി ഉപയോഗിക്കുന്ന ഒരു വാക്ക് പിക്കപ്പ് ചെയ്യുക. എന്നിട്ട് ആ വ്യക്തി ആ വാക്ക് പറയുമ്പോഴെല്ലാം ആ വ്യക്തിയെ നോക്കി ഒന്നുകിൽ തലയാട്ടുക, അതല്ലെങ്കിൽ പെട്ടെന്നൊരു ചിരി ചിരിക്കുക, ഒരു സ്മൈൽ, ഒരു ചെറിയ പുഞ്ചിരി ചിരിക്കുക. ഓരോ പ്രാവശ്യം ആ വ്യക്തി പറയുമ്പോഴും ആ വാക്ക് പറയുമ്പോഴും ഇത് വീണ്ടും വീണ്ടും ചെയ്താൽ പിന്നീട് നിങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ ആ വ്യക്തി ആ വേർഡ്, ആ ഒരു പർട്ടിക്കുലർ വാക്ക് വീണ്ടും 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 പല പല പ്രാവശ്യം ഉച്ചരിച്ചുകൊണ്ടേയിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങളത് കേൾക്കും. ഒരു ഫൺ ട്രിക്കാണ്. ഒന്ന് ശ്രമിച്ചു നോക്കൂ. നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ ശ്രമിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ചിരിക്കാനൊരു വകയായി. നമ്മൾ ഉത്സവങ്ങളിലേക്കെല്ലാം പോകാറുണ്ട്. ഉത്സവങ്ങളിലേക്ക് പോകുമ്പോൾ ഈ നല്ല തിരക്കുള്ള റോഡുകളിലൂടെ, നല്ല തിരക്കുള്ള ചെറിയ ഉത്സവ പറമ്പുകളിലൂടെയൊക്കെ നടക്കുമ്പോൾ പലരും നമ്മെ വന്ന് മുട്ടും, നമ്മൾ അവരെയും വന്ന് മുട്ടും. സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള തിരക്കിൽ വീട്ടിലേക്ക് സ്പീഡിൽ നടക്കുകയായിരിക്കും. ആ സമയത്തായിരിക്കും ഇങ്ങനെ പലരും നമ്മുടെ ഇടയിൽ വന്ന് മുട്ടുന്നത്. ഇത് ഒഴിവാക്കാൻ ഒരു നല്ലൊരു സൈക്കോളജിക്കൽ ട്രിക്കുണ്ട്. നിങ്ങൾ അങ്ങനെ നടന്നു പോകുമ്പോൾ നേരെ മുൻവശത്തേക്ക് കണ്ണുകൾ പായിക്കുക. മറ്റുള്ളവരുടെ മുഖത്തോ ശരീരത്തോ നോക്കാതെ നേരെ മുൻവശത്തേക്ക് കണ്ണുകൾ പായിച്ചുകൊണ്ട്, കണ്ണുകൾ നോക്കിക്കൊണ്ട് അങ്ങനെ പോയാൽ മറ്റുള്ളവർ സ്വാഭാവികമായും നമ്മുടെ കണ്ണുകളിലേക്കാണ് നോക്കുന്നത്. കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നു ഇവൻ മറ്റൊരു ദിശയിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് വഴിമാറി കൊടുക്കണം എന്നുള്ളൊരു മാനസികാവസ്ഥ അവർക്ക് വരികയും മിക്കവാറും എല്ലാവരും, നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്ന മിക്കവാറും എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി വഴിമാറി തരികയും ചെയ്യും എന്ന് ഉറപ്പാണ്. ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഇതേപോലെ മറ്റൊരു മീറ്റിങ്ങിൽ നിങ്ങൾ പോവുകയാണ്. മറ്റൊരു മീറ്റിങ്ങിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കറിയാം ആ മീറ്റിങ്ങിലുള്ള ഒരാൾ നിങ്ങളുമായി ഉടക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണ്, നിങ്ങളുമായി വഴക്കുണ്ടാക്കുവാൻ തയ്യാറായി വന്നിരിക്കുകയാണ് എന്ന് നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാണ് ഒരു മീറ്റിങ്ങിന് പോകുന്നത് എന്ന് കരുതുക. ആ മീറ്റിങ്ങിൽ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് വ്യക്തിയാണോ നിങ്ങളുമായി വഴക്കുണ്ടാകാൻ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ കരുതുന്നുവോ ആ വ്യക്തിയുടെ തൊട്ടടുത്ത് ഇരിക്കുവാൻ ശ്രമിക്കുക. നേരെ ഓപ്പോസിറ്റ് അല്ല, നേരെ മുൻവശത്തല്ല, തൊട്ടടുത്ത് ഇരിക്കുവാൻ ശ്രമിക്കുക. അങ്ങനെ ഇരിക്കുവാൻ ശ്രമിച്ചാൽ, അങ്ങനെ ഇരുന്നാൽ സ്വാഭാവികമായിട്ടും അതൊരു പേഴ്സണൽ ടച്ചായി മാറുകയും അടുത്തിരിക്കുന്ന ആൾക്ക് നിങ്ങളുടെ നേരെ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളോട് ദേഷ്യപ്പെടുവാനുള്ള മാനസികാവസ്ഥ അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ടും ആ വ്യക്തി നിങ്ങളുമായി ഒരു കൺഫ്ലിക്റ്റിന് ശ്രമിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഈ ട്രിക്ക് നിങ്ങളുടെ വീട്ടുകാരോട്, പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടുകാരോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലുള്ളവരോട് പ്രയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. ഒരാൾ നിങ്ങളുടെ മക്കളോട് പറയുകയാണ്, നീ ഇന്ന് കൈപ്പയ്ക്ക ഉപ്പേരി കഴിക്കണം, കൈപ്പയ്ക്ക കൊണ്ടുള്ള കറി കഴിക്കണം എന്ന് പറയുമ്പോൾ കുട്ടികൾ നോ എന്നേ പറയുള്ളൂ. നേരിട്ട് അങ്ങനെ പറയുന്നതിന് പകരം, പച്ചക്കറികൾ നിറയെ കഴിക്കണം എന്ന് പറയുന്നതിന് പകരം, ഇന്ന് നീ 2 പ്ലേറ്റ് പച്ചക്കറി കഴിക്കും എന്ന് കൂട്ടി പറയുക. വളരെയധികം കൂട്ടി പറയുക. ഇന്ന് നീ 2 പ്ലേറ്റ് പച്ചക്കറി കഴിച്ചാൽ മാത്രമേ നിന്നെ ഞാൻ കളിക്കാൻ വിടുകയുള്ളൂ എന്ന് പറയുമ്പോൾ ആ കുട്ടി നോ എന്നേ പറയും. അടുത്ത സെൻറ്റൻസായി നിങ്ങൾ പറയേണ്ടത്, എന്നാൽ ശരി നീ 1 പ്ലേറ്റ് കഴിച്ചാൽ മതി, നിന്നെ കളിക്കാൻ വിടാം എന്ന് പറഞ്ഞാൽ ആദ്യമേ നോ എന്ന് പറഞ്ഞ ഒരു വിഷമം ആ വ്യക്തിക്ക് ഉള്ളതുകൊണ്ട് 1 പ്ലേറ്റ് കഴിക്കുവാൻ ആ വ്യക്തി സമ്മതിക്കും. ഇത് വളരെ സിമ്പിളായിട്ടൊരു ട്രിക്കാണ്. ഇത് മറ്റു കാര്യങ്ങളിലും ഉപയോഗിക്കാം. ഇന്ന് നീ 6 മണിക്കൂർ വർക്ക് ചെയ്യണം ഓഫീസിൽ, അഡീഷണലായി 6 മണിക്കൂർ വർക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ മുഖഭാവം ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ആ വ്യക്തിയോട് പറയുക, 6 മണിക്കൂർ വർക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല, ഒരു 3 മണിക്കൂർ വർക്ക് ചെയ്താൽ മതിയാവും എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ മുഖം പ്രകാശപൂരിതമാവുകയും ഓക്കെ സർ ഞാനത് ചെയ്യാം എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ആ വ്യക്തി വരികയും ചെയ്യും. ഇത്തരം സാഹചര്യങ്ങൾ കൃത്യമായി ഉപയോഗിക്കാൻ നിങ്ങൾ പഠിച്ചാൽ മറ്റുള്ളവരെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചെയ്യിക്കുവാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുറപ്പാണ്.